ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. നമ്മുടെ റോബോട്ടിക്സ് ലാബിൽ നിന്ന് ഇറങ്ങിയതാണ്ട് സ്കൂളിൻ്റെ ലൈബ്രറിയിലേക്ക് ഞാൻ കയറുവാണേ. ഇപ്പം എൻ്റെ ലാബ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്ലേസ് ഇതാണ്. ബുക്ക് വായിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. ആദ്യമായി പോയി മലയാളം സ്റ്റോറീസിലും നോവൽസിലും ഒക്കെയാണ് ഒന്ന് കണ്ണോടിച്ചത്. അപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബുക്കിലേക്ക് ഞാനൊന്ന് എടുക്കുവാണേ. സ്കൂൾ വെക്കേഷൻ ടൈമിൽ എപ്പോഴും ഞാൻ വായിക്കാറുള്ള ഷെർലക് ഹോംസിൻ്റെ കഥകളാണ്. ഇതിൽ ഓരോ കുറ്റാന്വേഷണങ്ങളും വായിച്ചാൽ പാതി വെച്ച് നിർത്തിപ്പോവാൻ തോന്നത്തേയില്ല. എത്ര നല്ല ഫിലിം കണ്ടാൽ പോലും ഇത് വായിക്കുന്ന സുഖം എനിക്ക് കിട്ടത്തേയില്ല. എന്തായാലും ഇത് മൊത്തം വായിച്ചു തീർക്കാനുള്ള സമയം ഇപ്പോഴില്ല. ഏകദേശം ഇതിലെ ഒട്ടുമിക്ക കഥകൾ ഞാൻ വായിച്ചു തീർത്തതാണ്. ഇതെന്തായാലും അടുത്ത വെക്കേഷൻ ടൈമിൽ ഇതൊന്ന് എടുത്തേക്കാം. ഇപ്പോൾ ഇതൊന്ന് നോക്കിയിട്ട് അങ്ങ് വെച്ചിട്ട് ആക്ച്വലി ഞാൻ മാഗസീൻസ് നോക്കാൻ വന്നതാണ്. ഇതിനകത്ത് എവിടെയെങ്കിലും എനിക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരെണ്ണം കിട്ടും, അത് ഉറപ്പാണ്. എപ്പോഴും ലൈബ്രറി പോയാലും ഒന്നുകിൽ റോബോട്ടിക്സ് അല്ലെങ്കിൽ ഇന്നോവേഷൻ, എന്തെങ്കിലും വെറൈറ്റീസ് എനിക്ക് ഈ മാഗസീൻ്റെ സൈഡിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പോഴാണ് മെൻറ്റർ മാഗസീൻ എൻ്റെ കണ്ണിൽപ്പെട്ടത്. അതിനകത്തൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് എന്താണെന്ന് നമുക്കറിയാം. അതിനകത്ത് ഇൻഫ്ലുവൻസേഴ്സ് എന്ന ഒരു വേർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് അറിയാനായിട്ട് ഞാനിങ്ങനെ ആ മാഗസീൻ ഓപ്പൺ ചെയ്ത് നോക്കി. എഡ്യൂക്കേഷണൽ ഇൻഫ്ലുവൻസേഴ്സ് എന്നായിരുന്നു ആ വേർഡ്. അതിനകത്തൊരു കോട്ട് ഉണ്ടായിരുന്നു, ദ ടെക്നോളജി വിൽ നെവർ റീപ്ലേസ് ഗ്രേറ്റ് ടീച്ചേഴ്സ്, ബട്ട് ടെക്നോളജി ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗ്രേറ്റ് ടീച്ചേഴ്സ് ഈസ് ട്രാൻസ്ഫോർമേഷണൽ. ആ പഴയ ചോക്ക് ബോർഡിൽ നിന്നും ഇപ്പോഴത്തെ ഹാഷ്ടാഗിലേക്ക് എത്തിയ ആ ടീച്ചേഴ്സിൻ്റെ ഒരു യാത്രയായിരുന്നു ആ ഒരു മാഗസീനിൽ ഞാൻ വായിച്ചത്. എന്തായാലും ആ ടെക്നോളജികളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയും യൂട്യൂബും ഒക്കെ ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട് കുട്ടികൾക്ക്. എല്ലാ ടെക്നോളജീസും നല്ലതിനു വേണ്ടി ഉപയോഗിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോയിൽ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.